ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഞാൻ പെട്ടെന്ന് വന്നത് നമ്മുടെ +2 കമ്പ്യൂട്ടർ സയൻസിൽ ടോട്ടൽ 12 ചാപ്റ്റേഴ്സ് ആണല്ലോ അല്ലേ. 12 ചാപ്റ്റേഴ്സിൽ ഫസ്റ്റ് ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, ചാപ്റ്റർ 2 ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, തേർഡ് ചാപ്റ്റർ ഡാറ്റ സ്ട്രക്ചർ, ഫോർത്ത് ചാപ്റ്റർ വെബ് ടെക്നോളജി, ചാപ്റ്റർ 5 മുതൽ 12 വരെ. അതെന്താ സാർ ഇപ്പോൾ പറയാഞ്ഞത്? ഒന്നുമില്ലടാ, നമ്മുടെ ഈ ആദ്യത്തെ 4 ചാപ്റ്റേഴ്സിലെ അതാണ് ഈ വരുന്ന സെപ്റ്റംബറിൽ നമുക്ക് നടക്കാൻ പോകുന്ന ഫസ്റ്റ് ടേം എക്സാമിന് വരുന്ന ചാപ്റ്റേഴ്സ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യം നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ വീഡിയോ ചെയ്തത്. യെസ്, അപ്പോൾ മക്കൾ പഠിക്കേണ്ടത് നല്ല രീതിയിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് ഒക്കെ പഠിച്ചോ. കൂട്ടത്തിൽ അതിൻ്റെ ഒരു സപ്പോർട്ടിംഗ് ആണ്, നമ്മുടെ മാർക്ക് വെയിറ്റേജ് ഉണ്ടാക്കുന്ന ഒരു ചാപ്റ്ററാണ് അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് അല്ല. സെക്കൻഡ് ലാംഗ്വേജ് അറബിക് അല്ലെങ്കിൽ മലയാളം, ഹിന്ദി അങ്ങനെയൊക്കെ പഠിക്കുന്ന സെക്കൻഡ് ലാംഗ്വേജിൻ്റെ ലാഘവത്തോടു കൂടെ പഠിക്കാൻ പറ്റുന്ന നല്ലൊരു സബ്ജക്റ്റാണ് അല്ലേ. ബയോളജിക്കാരുമായിട്ട് കമ്പയർ ചെയ്യാനേ പാടില്ല. അപ്പോൾ അത്രയും വളരെ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസിലുള്ള ഉടനീളമുള്ളത്. പല വീഡിയോകളായിട്ട്, പല ഷോർട്ട് വീഡിയോകളായിട്ട്, വൺ ഷോട്ടായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും എല്ലാ ചാപ്റ്റേഴ്സും. എങ്കിലും എനിക്ക് നോട്ട് ചെയ്യാനുള്ളത് 4 ചാപ്റ്റേഴ്സിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഏതൊക്കെ 4 ചാപ്റ്റേഴ്സ്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്റേഴ്സ്, സെക്കൻഡ് ചാപ്റ്റർ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ്, തേർഡ് ചാപ്റ്റർ ഡാറ്റ സ്ട്രക്ചേഴ്സ്, ഫോർത്ത് ചാപ്റ്റർ വെബ് ടെക്നോളജി. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് വെച്ച് നോക്കുകയാണെങ്കിൽ, കഴിഞ്ഞ വർഷത്തെ വെയിറ്റേജ് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം മാർച്ച് 2023 ഫസ്റ്റ് ടേം എക്സാം നടന്നതിൻ്റെ വെയിറ്റേജ് അടിസ്ഥാനത്തിൽ ഏറ്റവും മാർക്ക് വെയിറ്റേജ് വരുന്നത് ചാപ്റ്റർ നമ്പർ 1 ആൻഡ് ചാപ്റ്റർ നമ്പർ 4 ആണ്. ഈ വെയിറ്റേജിൽ തന്നെയാണ് പബ്ലിക് എക്സാം ഉണ്ടാവുക. കാരണം അതേ മാർക്ക് എന്നല്ല ഞാൻ പറഞ്ഞത്, ഏറ്റവും +2 കമ്പ്യൂട്ടർ സയൻസിലുള്ള ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്റർ സ്ട്രക്ചേഴ്സ് ആൻഡ് പോയിന്ററാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിൽ നിങ്ങൾക്ക് ആ ടേമിൽ തന്നെ അറിയാം, സ്ട്രക്ചർ ആൻഡ് പോയിന്ററാണ്. ആ സ്ട്രക്ചർ ആൻഡ് പോയിന്റർ എന്ന് പറയുമ്പോൾ അതിൽ എത്ര പാർട്ടുണ്ട്? 2 പാർട്ടുണ്ട്, സ്ട്രക്ചർ പാർട്ടും പോയിന്റർ പാർട്ടും. അപ്പോൾ സ്ട്രക്ചറിൽ എന്തൊക്കെ നിങ്ങൾ ഡിസ്കസ് ചെയ്യണം? മക്കളെ ശ്രദ്ധിക്കേണ്ടത് ഒരൊറ്റ കാര്യമുള്ളൂ. ഇതിലൊരു 5 ടോപ്പിക്, ഇതിലൊരു 7 ടോപ്പിക്. ഇത് പഠിക്കാൻ വളരെ സിമ്പിളായിട്ട് പഠിക്കാൻ കഴിയൂലേ? 5 ടോപ്പിക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്ക്. അറേ വേഴ്സസ് സ്ട്രക്ചർ ഇല്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവില്ല. അപ്പോൾ ഈ 5+7 നിങ്ങൾ പഠിക്കേണ്ടത് 1, 2, 3, 4, 5 ഈ 5 ടോപ്പിക്കിൽ ഇത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ടോപ്പിക് അറേ വേഴ്സസ് സ്ട്രക്ചർ. പിന്നെ രണ്ടാമത്തെ ടോപ്പിക്കിൻ്റെ കൂടെ വരുന്നതാണ് 2, 3, 4 സ്ട്രക്ചർ എങ്ങനെ ഡിക്ലെയർ ചെയ്യാം, വേരിയബിൾ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതേപോലെ ആക്സസ് ചെയ്യൽ, ഡോട്ട് ഓപ്പറേറ്റർ. അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഫിഫ്ത്ത് ടോപ്പിക് നെസ്റ്റഡ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ മറ്റൊരു സ്ട്രക്ചർ. ആ പാർട്ട് തീർന്നു. എന്നാൽ നേരെ പോയിന്റേഴ്സ് പാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഈ 7 ടോപ്പിക്സ് അല്ലേ. 7 ടോപ്പിക്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് മക്കളെ ഫസ്റ്റ് വൺ തന്നെ പോയിന്റിൻ്റെ ഡെഫിനേഷൻ. പോയിന്റർ ഈസ് എ വേരിയബിൾ ദാറ്റ് കണ്ടെയ്ൻ അഡ്രസ് ഓഫ് അനദർ വേരിയബിൾ. അറിയുന്നതാണ്. അതിൽ 2 ഓപ്പറേറ്റേഴ്സ്, ആംപർസെൻഡ്, സ്റ്റാർ. പിന്നെ പോയിന്ററും അറേയും തമ്മിലുള്ള പ്രോബ്ലം, പോയിന്റർ ആൻഡ് അറേ അല്ലേ. ഫോർത്ത് ടോപ്പിക്കായിട്ട് എൻ്റെ വീഡിയോ ഉണ്ട്. കൂട്ടത്തിൽ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. എൻ്റെ മക്കളെ കൂടുതലും വരുന്ന ക്വസ്റ്റ്യൻ ആണ് സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക്. ചാപ്റ്റർ നമ്പർ 1 2 3 4 ഏതാ? സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ചാപ്റ്റർ 2 സ്റ്റാറ്റിക് പോളിമോർഫിസം ആൻഡ് ഡൈനാമിക് പോളിമോർഫിസം. ചാപ്റ്റർ 3 സ്റ്റാറ്റിക് ഡാറ്റ സ്ട്രക്ചർ ആൻഡ് ഡൈനാമിക് ഡാറ്റ സ്ട്രക്ചർ. ടോപ്പിക് 4 സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്. സെറ്റാക്കൂലേ? ചാപ്റ്റർ 2 കേസിൽ വെറും സിമ്പിളായിട്ട് 8 ഊപ്പിൻ്റെ കോൺസെപ്റ്റ്സ്: ഒബ്ജക്റ്റ്, ക്ലാസ്, അബ്സ്ട്രാക്ഷൻ, എൻകാപ്സുലേഷൻ, പോളിമോർഫിസം, ഇൻഹെറിറ്റൻസ് ആൻഡ് മോഡുലാരിറ്റി. തീർന്നു ചാപ്റ്റർ 3. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ വെയിറ്റേജ് നോക്കുകയാണെങ്കിൽ ഇതിൽ 26 മാർക്കാണ് ഇതിൻ്റെ വെയിറ്റേജ്. കഴിഞ്ഞ വർഷത്തുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ 26. ദെൻ 8 മാർക്കാണ് ചാപ്റ്റർ 2 കേസിൽ വെയിറ്റേജ്. കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ 2023 കമ്പയർ ചെയ്യുമ്പോൾ. നെക്സ്റ്റ് വൺ ഈസ് 19 മാർക്കാണ് ഡാറ്റ സ്ട്രക്ചറിൻ്റെ കേസിൽ. ആൻഡ് ലാസ്റ്റ് വൺ ഈസ് 23 മാർക്കാണ്. അപ്പോൾ ചില ആളുകൾ ചോദിക്കും, സാറേ കണക്കൊന്നും ആണ് സെറ്റാകുന്നില്ലല്ലോ. എടാ മക്കളെ, 74 മാർക്ക് ഉണ്ടാവും അല്ലേ. ഓർ ക്വസ്റ്റ്യൻ അടക്കമാണ് ഞാൻ ഇത് എഴുതിയത്. അപ്പം 74 മാർക്കാണ് ടോട്ടൽ ഉണ്ടാവുക. അതിന് നിങ്ങൾ ഒപ്പിയെടുക്കേണ്ട വെറും 60 ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സുകളും ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ള വൺ ഷോട്ടൊക്കെ ആയിട്ട് പല സെറ്റായിട്ട് നമ്മൾ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ വളരെ ഭംഗിയായിട്ട് അതിൻ്റെയോടൊപ്പം കൂടെ പോരുക. ചാപ്റ്റർ 3 ഡാറ്റ സ്ട്രക്ചറാണ്. 6 ടോപ്പിക് ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡാറ്റ സ്ട്രക്ചർ ഷുവർ ചോദ്യമാണ്. ഡാറ്റ സ്ട്രക്ചറിൻ്റെ ഓപ്പറേഷൻ ഷുവർ ചോദ്യമാണ്.
ദെൻ 4 അൽഗോരിതം ഉണ്ടല്ലേ, പുഷ്, പോപ്പ്, ഇൻസേഷൻ, ഡിലീഷൻ. ആ ഏതെങ്കിലും 4 ഏതെങ്കിലും 2 വരുവേ, ഷുവറാണ്. കാരണം 19 മാർക്ക് ഉണ്ടാവണം. പിന്നെ ലിങ്ക്ഡ് ലിസ്റ്റ്, ആ ചാപ്റ്റർ കഴിഞ്ഞു. അതിൽ ലിഫോ, ഫിഫോ, സ്റ്റാക്ക് വേഴ്സസ് ക്യൂ, അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ വരും. ചാപ്റ്റർ 10 വെബ് ടെക്നോളജി, വളരെ സിമ്പിളായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് ക്ലൈൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് വേഴ്സസ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്, ക്ലൈൻറ്റ് സ്റ്റാറ്റിക് വെബ് പേജ് ആൻഡ് ഡൈനാമിക് വെബ് പേജ്, HTML ബേസിക് ടാഗ്സ്, ബോഡിയുടെ ആട്രിബ്യൂട്ട്സ്, ടെക്സ്റ്റ് ഫോർമാറ്റിംഗ് ടാഗ്സ് തുടങ്ങിയ കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് സബ് ഹെഡിങ്ങിലൂടെ ഇങ്ങനെ കംപ്ലീറ്റ് നോക്കി പോവാതെ ഒരു ഔട്ട്ലൈൻ മാത്രം എടുത്തിട്ട് പഠിച്ചാൽ മതി. നിങ്ങൾക്ക് കിട്ടും 60 ഔട്ട് ഓഫ് 60, 74 മാർക്കിനാണ് ചോദിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഈ പാർട്ട് തീർന്നാൽ ഉള്ള ബെനിഫിറ്റ് നിങ്ങളുടെ സെക്കൻഡ് ടേം ആകുമ്പോഴേക്കും ഡിസംബറിലുള്ള എക്സാമിൽ 5, 6, 7, 8, 9 വരെ ഉണ്ടാവും. പിന്നെ നമുക്ക് പബ്ലിക്കിന് മാർച്ച് വരുമ്പോൾ ഒരു 3 ചാപ്റ്റർ കൂടി അഡീഷണൽ ആയിട്ട് പഠിക്കാണ്ടുള്ളൂ. വളരെ ഭംഗിയായിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കിയിട്ട് ഒന്ന് സെറ്റാക്കൂലേ നിങ്ങൾ, പൊളിക്കൂലേ നിങ്ങൾ. വിഷ് യു ആൾ ദി ബെസ്റ്റ്.